അതെ അമ്മേ. കഴിഞ്ഞ തവണ എന്റെ കല്യാണം നടക്കാൻ വേണ്ടി അമ്മ സമൂഹ വിവാഹം നടത്തിയില്ലേ? ആ ജോഡികളിൽ ഒരു ജോഡിയായിട്ട് ഞാൻ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടി. കല്യാണി, ഞാനിത് വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കില്ല. നീ കല്യാണിയെ ഇഷ്ടപ്പെടുന്നെന്നും നീയും കല്യാണിയും തമ്മിൽ പ്രേമമാണെന്നും വിലാസിനി ഒരിക്കൽ എന്നോട് പറഞ്ഞപ്പോ, നീ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകനാണെന്നും അവൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നും ഞാൻ അഹങ്കാരത്തോടെ പറഞ്ഞു. പക്ഷേ നീ കല്യാണിയെ പ്രണയിക്കുന്നു എന്നറിഞ്ഞപ്പോ എനിക്കത് സഹിച്ചില്ല. അതുപോലും സഹിക്കാൻ പറ്റാത്ത എന്നോടാ നീ അവളെ താലി കെട്ടിയെന്ന് പറഞ്ഞത്. നിന്റെ കല്യാണം എന്ന് പറയുന്നത് അമ്മയുടെ സ്വപ്നമായിരുന്നു. അത് നന്നായിട്ട് അറിയാവുന്നവനല്ലേ നീ? എന്റെ മോൻ വിവാഹ മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടുന്ന കാഴ്ച കാണാൻ ഈ അമ്മ നോമ്പ് നോറ്റിരുന്നിട്ട് എത്ര കാലമായെന്നറിയോ? എന്റെ മുമ്പിൽ വന്ന് ഞാൻ താലി കെട്ടിയതായി ഇവളെന്ന് പറഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റൂടാ. നിന്നിലുള്ള വിശ്വാസത്തെ ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞല്ലോ മോനെ. അമ്മേ, നീ വെറും കോമാളിയാക്കിയില്ലേ? അമ്മയെ കോമാളിയാക്കാൻ നോക്കിയിട്ടില്ല ഞാൻ. എല്ലാ അമ്മമാർക്കും മകന്റെ കല്യാണത്തെക്കുറിച്ചൊരു സ്വപ്നം ഉണ്ടാവും. അതുപോലെ മകനും കാണില്ലേ അമ്മേ ജീവിതത്തിലേക്ക് വന്നു കയറുന്ന പെണ്ണിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ? എന്റെ ഇഷ്ടങ്ങളെ അമ്മ എതിർക്കില്ലെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു.
ഒരുപക്ഷെ ആദ്യം എതിർത്താലും പിന്നീട് സമ്മതിച്ചു തരുമെന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തില് കല്യാണിയെ ഞാൻ ഇഷ്ടപ്പെട്ടതും അവളുടെ കഴുത്തിൽ താലി കെട്ടിയതും. അമ്മേ, വേണ്ട. അമ്മേ, ജീവിതത്തിൽ ജനനവും മരണവും ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതുപോലെ കല്യാണവും പ്രണയവും. ജനനവും മരണവും നമ്മുടെ കയ്യിലല്ല, പക്ഷെ കല്യാണം അത് നമുക്ക് തീരുമാനിക്കാം. പ്രണയിക്കുന്നവരെ സ്വന്തമാക്കി അവരോടൊപ്പം ജീവിതം പങ്കിടുമ്പോഴുള്ള സുഖം മറ്റൊന്നിലും കിട്ടില്ലമ്മേ. കല്യാണം എന്ന് പറയുന്നത് രണ്ടുപേര് മാത്രം തീരുമാനിക്കുന്നതല്ല. അത് രണ്ട് കുടുംബം, അന്തസ്, അഭിമാനം ഇവയൊക്കെ നോക്കി പരസ്പരം വയ്ക്കുന്ന ഒരു കരാറാ. ഈ തൃച്ചംബര തറവാടിന് ഒരന്തസ്സും പ്രൗഢിയുമുണ്ട്. അതാർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഇല്ലാതാക്കാൻ ഞാൻ തയ്യാറല്ല. അന്തസ്സും അഭിമാനവും പണം വെച്ചല്ലമ്മേ അളക്കുന്നത്. അത് നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും വെച്ചാ അളക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്തസ്സും അഭിമാനവും കല്യാണിക്കില്ലെന്ന് അമ്മയ്ക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കല്യാണിയെ എനിക്ക് മാത്രമല്ല ഇഷ്ടം, അമ്മയ്ക്കും ഇഷ്ടമാണെന്ന് എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. ഈ നിൽക്കുന്ന ദാസേട്ടന്റെ മകളെന്ന നിലയ്ക്ക്, നല്ലൊരു പാചകക്കാരി എന്ന നിലയ്ക്ക് അവളെ എനിക്കിഷ്ടമാണ്. എന്നുവെച്ച് അവളെ എന്റെ മകന്റെ ഭാര്യയായിട്ട്, എന്റെ മരുമകളായിട്ട് ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. ജാതകത്തിലെ 10-ന് 10 പൊരുത്തമാണല്ലോ ഗംഗയും ഞാനുമായിട്ട് അമ്മ കല്യാണം ഉറപ്പിക്കാൻ കാരണം. ഗംഗ കല്യാണിയുടെ ജാതകം തിരുത്തിയതല്ലേ? അപ്പോ കല്യാണിയുടെ ജാതകവും എന്റെ ജാതകവും അല്ലേ 10-ന് 10 പൊരുത്തം? സൂചി സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെന്ന് വെച്ച് അത് കണ്ണിൽ കുത്താറില്ല ആരും. കല്ലും മണ്ണും മുള്ളും ചൂടുമേൽക്കാതെ നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുന്നവയാണ് പാദരക്ഷകളെങ്കിലും അവ കിടക്കാറുള്ളത് വീടിന്റെ വാതിലിന് പുറത്താ, അല്ലാതെ പൂജാമുറിയിലല്ല. കല്യാണിയെ ഒരിക്കലും ഞാൻ എന്റെ മരുമകളായി അംഗീകരിക്കില്ല. അമ്മേ, കല്യാണി ഇപ്പൊ എന്റെ കാമുകിയല്ല, ഞാൻ താലി കെട്ടിയ പെണ്ണ. മതി, നിർത്ത്. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. ഇനി തീരുമാനം പറയേണ്ടത് നീയാ. നിനക്ക് കല്യാണിയാണോ വലുത്, അതോ ഈ അമ്മയാണോ വലുത്? നിനക്ക് തീരുമാനിക്കാം. രണ്ട് കണ്ണുകളിൽ ഏത് കണ്ണാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയുമേ? എനിക്ക് രണ്ട് കണ്ണുകളും വേണം.
ഈ മറുപടി എനിക്ക് വേണ്ട. തൃച്ചംബരത്തിന്റെ അന്തസ്സും പ്രൗഢിയും അഭിമാനവും മുറുകെ പിടിച്ച് തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണനായിട്ട് നീ എനിക്ക് മറുപടി തരണം. പറയ, നിനക്ക് എന്നെ വേണോ അതോ എച്ചിൽ പാത്രം കഴുകുന്ന അടുക്കളക്കാരി വേണോ? ഒരു പെണ്ണിനെ താലി കെട്ടിയിട്ട് അവളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചാൽ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ വയറ്റിൽ വളർന്ന തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ നട്ടല്ലില്ലാത്തവനാണെന്ന് ലോകം പഴിക്കും അമ്മേ. മതി, നിന്റെ തീരുമാനം എനിക്ക് മനസ്സിലായി. ഇനി എന്തു വേണോന്ന് എനിക്കറിയാം. കരയണ്ട. എന്റെ മോന്റെ ഇഷ്ടം നിറവേറണം. അവന്റെ ഇഷ്ടങ്ങൾ നിറവേറാൻ സന്തോഷത്തോടെ ഞാൻ എന്റെ ജീവൻ വരെ കൊടുത്തുവെന്നും വരും. അഖിലാണ്ടേശ്വരിയുടെ കണ്ണിൽ സന്തോഷ കണ്ണീരല്ല നിറയാൻ പോകുന്നത്, മറിച്ച് രക്തക്കണ്ണീര്. പറഞ്ഞ വാക്ക് പാലിക്കാനാകാതെ ജനമധ്യത്തിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക്. അമ്മേ, അമ്മേ കഥ തുറക്കമ്മേ, അമ്മേ കഥ തുറക്ക്, അമ്മേ കേക്കമ്മേ, അമ്മേ അമ്മേ കഥ തുറക്ക്, കഥ തുറക്ക് അമ്മേ, അമ്മ ചേച്ചി കഥക് തുറക്ക്, അമ്മേ കഥ തുറക്കാൻ ചേച്ചി, അമ്മേ ആന്റി, അമ്മേ അമ്മേ പ്ലീസ് അമ്മേ. അമ്മയുടെ ഇഷ്ടത്തിനപ്പുറത്തേക്ക് എന്റെ മോനൊരു ഇഷ്ടമില്ലെന്നാണ് അമ്മയുടെ വിശ്വാസം. മറിച്ചായാൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് നിനക്കറിയാം. നിനക്ക് കല്യാണിയോടുള്ളത് വെറും സൗഹൃദമാണോ അതോ പ്രണയമോ? ഇല്ലമ്മേ, അമ്മയുടെ ഇഷ്ടത്തിനെതിരെ ഞാൻ ഒരിക്കലും ഒന്നും ചിന്തിച്ചിട്ടില്ല. അമ്മയുടെ ഇഷ്ടം എന്റെ ഇഷ്ടം എപ്പോഴും. അമ്മേ അമ്മേ അഖില അമ്മേ അമ്മേ
ആന്റി അമ്മ കഴിഞ്ഞ തവണ എന്റെ കല്യാണം നടക്കാൻ വേണ്ടി അമ്മ സമൂഹ വിവാഹം നടത്തിയില്ലേ? ആ ജോഡികളിൽ ഒരു ജോഡിയായിട്ട് ഞാൻ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടി. അമ്മേ, please. ആന്റി അമ്മേ, കതക് തുറക്കമ്മേ. അമ്മേ, please. അമ്മേ, തുറക്കമ്മേ. അഖില മോനെ എന്റെ മോൻ. അമ്മേ, കല്യാണി ഇപ്പൊ എന്റെ കാമുകയല്ല, ഞാൻ താലി കെട്ടിയ പെണ്ണാണ്. ഒരു പെണ്ണിനെ താലി കെട്ടിയിട്ട് അവളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ വയറ്റിൽ വളർന്ന തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ നട്ടലില്ലാത്തവനാണെന്ന് ലോകം പഴിക്കും അമ്മേ. അമ്മേ, അമ്മേ, വേണ്ട. അഖില ആനന്ദ്, അടുത്ത് വരരുത്, വരരുത്. ഞാനല്ലേ അമ്മയെ തെറ്റ് ചെയ്തത്? അതിനെന്നെ ശിക്ഷിക്ക്, എന്നെ കൊല്ല്, എന്നെ കൊല്ലമ്മേ. ഞാൻ 10 മാസം വയറ്റിൽ കൊണ്ട് നടന്നതാ നിന്നെ. ഞാൻ നിന്നെ എങ്ങനെ കൊല്ലാൻ? അമ്മേ, ആ തോക്കിങ്ങെടുക്ക്. വേണ്ട. ഇനി ഒരടി മുന്നോട്ട് വന്ന പൊട്ടിച്ചിതറും നിന്റെ അമ്മയുടെ തല. കല്യാണിയെ ഒരിക്കലും ഞാൻ എന്റെ മരുമകളായി അംഗീകരിക്കില്ല. അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ എനിക്ക് അമ്മയും കല്യാണിയെ ഒഴിവാക്കാൻ പറ്റില്ലെന്ന്. എനിക്ക് രണ്ടുപേരെ വേണോ അമ്മേ? വെള്ളാരം കല്ലും വൈരക്കല്ലും തിരിച്ചറിയാൻ കഴിയാത്ത നിന്നെ തെറ്റും ശരിയും ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ആനന്ദ്? അമ്മേ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വൈരക്കല്ലുകളാണ് അമ്മേ.
എന്റെ രക്തമല്ലേ ഇതിന്റെ ശരീരത്തിൽ ഓടുന്നത്. അപ്പോ എന്റെ പിടിവാശി അതുപോലെ നിനക്കുണ്ടാവും. അമ്മേ, അമ്മേ തോക്കിങ്ങിത്താ. ഇല്ല ഇല്ല, ഇനി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഇല്ല. വിടാൻ. വേണ്ട. ചേച്ചി കല്യാണി, ചേച്ചി കല്യാണി, കല്യാണി, കല്യാണി. ചേച്ചി മോളെ, ചേച്ചി എടീക്ക്. മോളെ കല്യാണി, 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 ചേച്ചി കല്യാണി, 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 കണ്ണു തുറക്ക് കല്യാണി, കല്യാണി, ചേച്ചി, കല്യാണി, കല്യാണി. ചേച്ചി കല്യാണി, കല്യാണി, കല്യാണി. എന്ത് പറ്റി ചേച്ചി? അരവിന്ദ്, ആംബുലൻസ് വിളിക്കും. പോയി കല്യാണിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക്. കല്യാണിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. ചെല്ല, അവളെ ജീവനോട് വേണം എനിക്ക്. അയ്യോ ചേച്ചി, ഇവിടെയോ?
ഒടുവിൽ എല്ലാവരും എത്തിച്ചേരുന്നത് ഇവിടെയല്ലേ? ഇവിടെ മനുഷ്യരല്ല, ആത്മാക്കളാ. മറഞ്ഞിരുന്ന് ചതിക്കാൻ കഴിയാത്ത ആത്മാക്കൾ. നേരം വെളുത്താൽ കല്യാണം. എന്നിട്ടും ഈ അർദ്ധരാത്രിയിൽ ഞാൻ നിന്നെയും കൂട്ടി ഈ ശ്മശാനത്തിലേക്ക് വന്നത് എന്തിനാണെന്നല്ലേ നീ ചിന്തിക്കുന്നത്? ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുറച്ചു നാളുകളായിട്ട് ആനന്ദം നീയും എന്റെ വാക്കുകൾക്ക് ഒരു വിലയും തരുന്നില്ല. മാഡം എന്തൊക്കെയായി പറയണേ? നിർത്ത്. ഞാൻ പറയാൻ വന്നത് ആദ്യം പറയാം. അതിനുശേഷം നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം. ആനന്ദിന്റെ മനസ്സിൽ ഏതോ ഒരു പെണ്ണ് കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിനെക്കുറിച്ച് നിനക്കെന്തെങ്കിലും അറിയാമോ? എന്താ, നീ പകച്ചുപോയോ? അതിനെക്കുറിച്ച് നിന്നോട് എന്തെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ആനന്ദിന്റെ പിറന്നാളിന് നീ ഗിഫ്റ്റൊക്കെ കൊടുത്തല്ലോ, അതുകൊണ്ടാ അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചത്. ശരി, ആനന്ദ് അതിനെക്കുറിച്ച് നിന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ അത് വിട്ടേക്ക്, നീ ടെൻഷനാവണ്ട. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന നിലയിൽ എല്ലാവർക്കും മുന്നിലും ഞാൻ തല ഉയർത്തി നിൽക്കുമ്പോഴും കല്യാണം മുടങ്ങിപ്പോയ ഒരു മകന്റെ അമ്മ എന്ന നിലയിൽ തല താഴ്ത്തി നിൽക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ. എല്ലാ സൗകര്യങ്ങളും സമ്പത്തും ഉണ്ടായിട്ടും എന്റെ മകന്റെ കല്യാണം കാണാനുള്ള ഭാഗ്യം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ആനന്ദിന്റെ കല്യാണവും നിന്റേതും കല്യാണ മണ്ഡപം വരെ എത്തി 2 പ്രാവശ്യം മുടങ്ങിയതാ. നാളെ നിന്റെ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടക്കണം. അതുപോലെ ആനന്ദിന്റെ കല്യാണത്തിനും ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല. നാളെ ആനന്ദിന്റെ കല്യാണം നടന്നാൽ മാത്രമേ എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റൂ. നാളെ നടക്കുന്ന ഈ കല്യാണത്തിലാ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ അന്തസ്സും അഭിമാനവും എല്ലാം. നാളെ ഈ കല്യാണം മുടങ്ങിയാൽ ആ മണ്ഡപത്തിൽ വെച്ച് എന്റെ ശ്വാസം നിലയ്ക്കും. മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയണേ? എന്റെ മനസ്സിലെ സങ്കടമൊന്നും ആനന്ദിനോട് പറയാൻ പറ്റില്ല കല്യാണി. അതുകൊണ്ടാ ഞാൻ നിന്നോട് പറഞ്ഞത്. നീ എന്റെ കുടുംബത്തോടും എന്നോടും സ്നേഹവും കൂറുമുള്ള പെണ്ണ. എന്റെ വാക്കുകൾ നിന്റെ മനസ്സിനെ തളർത്തുന്നുണ്ടാവുമെന്നും എനിക്കറിയാം. ഇനിയും നീ കാരണം എന്റെ കുടുംബത്തിന് ഒരു ദ്രോഹവും ഉണ്ടാകില്ലെന്നും എനിക്ക് വിശ്വാസം. ശരി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കല്യാണി. ഇനി നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ നീ പറയ്. ശരി, ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് പോവാം. നാളെ കല്യാണമല്ലേ, രാവിലെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. മാത്രമല്ല, ഈ അർദ്ധരാത്രി നിന്നെ കണ്ടില്ലെങ്കിൽ ദാസേട്ടനാകെ വിഷമിക്കും. കല്യാണി, എന്റെ മകൻ ആനന്ദിന്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് നീയാ. അതുകൊണ്ടാ നിന്നോട് എല്ലാ കാര്യവും പറഞ്ഞത്. നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നീ തീരുമാനിക്കുന്നത് പോലെ ഇരിക്കും. നാളെ 2 കല്യാണവും നല്ലതുപോലെ നടക്കണം. ഇല്ലെങ്കിൽ കല്യാണത്തിന് വന്നവർക്ക് എന്റെ ശവമടക്ക് കൂടി കണ്ടിട്ട് പോവേണ്ടി വരും.
അതെ കല്യാണി. ദേ അവിടെ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ചന്ദനമുട്ടിയിൽ എരിഞ്ഞമരും. പോവാം.